ഗോൾഡിന്റെ സ്കീം കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ടൊന്ന് ജ്വല്ലറി പോയ സമയത്താണ് ആ ഒരു ഞെട്ടിക്കുന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ വിചാരിച്ചത് പൈസക്കാർ മാത്രമാണ് ഇപ്പോൾ വന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നുള്ളത്. പക്ഷേ ജ്വല്ലറി തിരക്കിയപ്പോഴാണ് അറിയാനായിട്ട് പറ്റിയത് സാധാരണക്കാർ വരെ ഗോൾഡ് വാങ്ങിക്കുന്നുണ്ടെന്നുള്ളത് കേട്ടോ. അതായത് എനിക്കാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പവന്റെ കോയിൻ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നോക്കിയപ്പോഴത്തേക്ക് ഒരു കോയിൻ പോലും കിട്ടിയില്ല ഗൈസ്. അതായത് കോയിൻസ് എല്ലാം തീർന്നു ഒരു പവന്റെ. ആകെപ്പാട് അവിടെ ഉണ്ടായിരുന്നത് 1 ഗ്രാമിന്റെ 2 ഗ്രാമിന്റെ ഒക്കെ കോയിൻ ആയിരുന്നു കേട്ടോ. മിക്ക സ്വർണ്ണക്കടയിൽ ചെന്നാലും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും കോയിൻസ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർ പുതിയ പുതിയ സ്റ്റോക്ക് ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ സ്റ്റോക്കുകൾ തീരുന്നുമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്വർണ്ണത്തിന് പൊന്നും വിലയുള്ള കാലമാണല്ലോ ഇത്. കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണ വിലയിൽ വലിയ ഇടിവ് കണ്ടിരുന്നെങ്കിലും ഇന്ന് നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വന്നത്. കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില കുതിച്ചുയർന്നത് നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമല്ലോ. ഇന്ന് ഫെബ്രുവരി 4 ബുധനാഴ്ച. എത്ര രൂപയാണ് ഇന്ന് കൂടിയത്? ഈ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ സ്വർണം വാങ്ങുന്നത് ലാഭകരമാണോ? ഈ കാരണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ ഇന്നത്തെ വിലയിലേക്ക് കടക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഏകദേശം നല്ലൊരു എമൗണ്ട് പവന് കുറഞ്ഞെങ്കിലും ഇന്ന് വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. 22 ക്യാരറ്റ് അതായത് 916 സ്വർണത്തിന് 1 ഗ്രാമിന് ഇന്നത്തെ വില വരുന്നത് 14,715 രൂപയാണ്. അതായത് ഇന്നലത്തെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 605 രൂപ കൂടി. ഒരു പവന് 1,17,720, അതായത് ഒറ്റയടിക്ക് 4,840 രൂപയാണ് വർദ്ധിച്ചത്. അതേസമയം 24 ക്യാരറ്റ് അതായത് ശുദ്ധമായ സ്വർണം പരിശോധിക്കുന്ന സമയത്ത് 1 ഗ്രാമിന് 16,053 രൂപയാണ്. അതായത് 10 ഗ്രാമിന് 1,60,530 രൂപയാണ്. എന്നാൽ 18 ക്യാരറ്റ് നോക്കുന്ന സമയത്ത് ഗ്രാമിന് 12,090 രൂപയാണ് ഇന്നത്തെ വില. എന്തുകൊണ്ടാണ് പെട്ടെന്ന് സ്വർണ്ണവില ഇങ്ങനെ കൂടുന്നത്? ഇതിന് പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ആഗോള വിപണിയിലെ മാറ്റങ്ങൾ. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് US ഡോളർ അതായത് അമേരിക്കൻ ഡോളറിൽ ഉണ്ടാവുന്ന ചാഞ്ചാട്ടം. ചില സമയത്ത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറഞ്ഞതും ചില സമയത്ത് കൂടിയതുമായിട്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ കുറയുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഇത് സ്വർണ്ണവിലയെ ബാധിക്കാറുണ്ട്. അതായത് അമേരിക്കൻ ഡോളറിന്റെ മൂല്യം കുറയുന്നതും കൂടുന്നതും അനുസരിച്ച് നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ആവുന്ന സമയത്ത് അത് വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് നമ്മളെ ഇന്ത്യൻ വിപണിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വർണ്ണവില ഉയരാൻ കാരണമാകുന്നു. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ വരുന്ന വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്. അതായത് പെട്ടെന്നായിരിക്കും ലാഭവും നഷ്ടമൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വൻകിട നിക്ഷേപകരും തങ്ങളുടെ പണം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് തന്നെ നിക്ഷേപിക്കാനായിട്ട് ഒരുപാട് പേര് സ്വർണം വാങ്ങിക്കുന്നുണ്ട്. അതായത് അവരുടെ നിക്ഷേപം കൂടുതലായിട്ടും സ്വർണത്തിലേക്ക് അവർ മാറ്റുകയാണ്. അതായത് ഈ അടുത്ത സമയത്ത് ഞാൻ ചുമ്മാ ഒന്ന് ജ്വല്ലറിയിൽ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഗോൾഡ് സ്കീം കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാനായിട്ടാണ് പോയത്. പോയ സമയത്ത് കോയിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ചുമ്മാ ഒന്ന് തിരക്കിയിട്ടുണ്ടായിരുന്നു. തിരക്കിയ സമയത്താണ് അറിയാനായിട്ട് പറ്റിയത് ഒരു പവന്റെ കോയിന് സ്റ്റോക്ക് ഇല്ലെന്നുള്ളത്. സാധാരണക്കാർ വരെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും പൈസ ഉള്ളവർ മാത്രമാണ് കോയിനൊക്കെ വാങ്ങിക്കുന്നതെന്നുള്ളത്. അവിടെ ചെന്ന് തിരക്കിയ സമയത്ത് അറിയാനായിട്ട് പറ്റിയത് സാധാരണക്കാർ പോലും കോയിൻസ് ഒക്കെ വാങ്ങിക്കുന്നുണ്ടെന്ന്. ഒരു പവന്റെ ഒരു കോയിൻ പോലും ചുമ്മാ ഒന്ന് കൊതിക്ക് കാണാനായിട്ട് പറ്റിയില്ല. അവിടെ ചെന്ന സമയത്ത് തിരക്കിയപ്പോൾ ആകെപ്പാട് പിന്നീട് ഉണ്ടായിരുന്നത് 1 ഗ്രാമിന്റെ 2 ഗ്രാമിന്റെ ഒക്കെ കോയിനാണ്. അതും 1-2 കോയിനുകൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവരെന്നെ കാണിച്ച സമയത്ത് ബാക്കിയുള്ള ബോക്സുകളൊക്കെ മൊത്തം കാലിയായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും ഷോക്കായിപ്പോയി. പിന്നെ ഞാൻ തിരക്കിയ സമയത്ത് ചില ആൾക്കാർ ബാറുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് 10 ലക്ഷത്തിന്റെ ബാർ, 16 ലക്ഷത്തിന്റെ ഒക്കെ ബാർ. അപ്പം തിരക്കിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ പൈസയൊന്നും ഇല്ലാതിരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് പേര് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളും ഇനി സമയം താമസിക്കേണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു സ്കീമിന് ചേരുക, അതല്ലെങ്കിൽ ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ വെച്ചിട്ട് ചെറിയ രീതിയിൽ 1 ഗ്രാമിന്റെയോ 2 ഗ്രാമിന്റെയോ ഒക്കെ കോയിൻസ് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും ഗോൾഡ് എന്ന് പറയുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇപ്പം പെട്ടെന്ന് വില കുറയുന്ന പേടിച്ച് നിങ്ങൾ ഉടനെ പോയി ഒന്ന് സെയിലൊന്നും ചെയ്യരുത്. അപ്പം നിങ്ങൾ കോയിനൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 വർഷം കഴിഞ്ഞൊക്കെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. അതല്ലെങ്കിൽ 2-3 വർഷം അല്ലെങ്കിൽ 6 മാസമോ നല്ല രീതിയിൽ വില കൂടുന്ന സമയത്ത് പോയി നിങ്ങൾക്ക് അത് വിറ്റ് കഴിഞ്ഞാൽ വാങ്ങുന്നതിനെക്കാട്ടി എന്തായാലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇതുവരെ ഗോൾഡിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാത്തൊരു കോയിൻസ് ഒക്കെ വാങ്ങിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ. കാര്യം ഈ ഒരു 2026 അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ ഗോൾഡിന് വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പൈസ ചിലവാക്കാതെ. ഇപ്പോൾ കുറേ പേര് കാർ വാങ്ങിക്കണം, ബൈക്ക് മേടിക്കണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അതിനൊന്നും റീസെയിൽ വാല്യൂ ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഞാൻ ലാസ്റ്റ് 5 വർഷത്തെ കണക്കുകൾ വെച്ചിട്ടുള്ള വീഡിയോ എന്തായാലും സൂൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതുവരെ ഗോൾഡൊന്നും വാങ്ങിയിട്ടില്ലാത്ത അല്ലെങ്കിൽ ഉള്ള ഗോൾഡ് വിൽക്കാം എന്ന് പറയുന്ന കൂട്ടുകാർക്ക് നിങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. അവരുടെ അടുത്ത് പറയാം ഇപ്പോഴേ ഗോൾഡൊന്നും വിൽക്കണ്ട എന്നുള്ളത്. അതായത് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വിൽക്കുക. അനാവശ്യമായിട്ട് ഇപ്പോൾ വില കൂടി നിൽക്കുകയെന്ന് വിചാരിച്ച് പോയി ഗോൾഡൊന്നും ആരും വിൽക്കരുത്. പതുക്കെ കൊണ്ട് നിങ്ങൾക്ക് വിൽക്കാം. അതായത് പ്രത്യേകിച്ച് അത്യാവശ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ വിൽക്കാൻ നിൽക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.
അപ്പം എന്തായാലും സൂൺ ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു.